പഴമയുടെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സ്കൂളൊക്കെ തുറന്ന് കുട്ടികൾക്ക് ടിഫിൻ കൊണ്ടുപോകാനും ഓഫീസിൽ കൊണ്ടുപോകാനും ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നത്. കറികളൊന്നും ആവശ്യമില്ല ഇതിന്. നമുക്ക് രാവിലെ എഴുന്നേറ്റ് കറികളും ചോറും എല്ലാം ഉണ്ടാക്കുമ്പോൾ കുറേ ടൈം എടുക്കും. ഇതാണെങ്കിൽ പെട്ടെന്നാകും. അതിന് മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വഴുതനങ്ങ കൊണ്ടുള്ള ഒരു ചോറാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് അധികം ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. ഒരു മസാലപ്പൊടിയാണ് ഇതിന് ആവശ്യം. ആ മസാലപ്പൊടി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുവാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാം. ആദ്യം തന്നെ മസാല ഉണ്ടാക്കാം. അതിന് എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ: പട്ട, ഗ്രാമ്പു, ഏലക്ക, വറ്റൽമുളക്, മല്ലി, മുഴുവനെയുള്ള മല്ലി, ഒരു 1/2 കപ്പ് തേങ്ങ, കറിവേപ്പിലയൊക്കെ. എങ്ങനെയാണ് ഈ മസാല ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചു. എണ്ണയൊന്നും ചേർക്കണ്ട, ഡ്രൈ ആയിട്ട് നമുക്ക് അത് പൊടിച്ചെടുക്കേണ്ടതാണ്. 2 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1 ടീസ്പൂൺ ഉഴുന്നും പരിപ്പ്. ഇത് രണ്ടും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്യുക. അതിനകത്തേക്ക് 2 ടീസ്പൂൺ മുഴുവനെയുള്ള മല്ലി, 1 ടീസ്പൂൺ ജീരകം, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, 3 ഏലക്ക, കറുവപ്പട്ട, 2 ഗ്രാമ്പു, ഇത്രയും കൂടി ഇടുക. നമ്മുടെ എരിവിനനുസരിച്ച് മുളക് ഇടാം. ഞാനൊരു 5 വറ്റൽ മുളക് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്യണം. 1/2 കപ്പ് തേങ്ങ ചുമക്കനെ വറുത്തെടുക്കാം. തേങ്ങയൊക്കെ ബ്രൗൺ കളറായി വന്നു. അതിന് സമയം ഒരു ലേശം പുളിയും കൂടി ഇതിനകത്തിടും. ഇനി ഇത് നമുക്ക് പൊടിച്ചെടുക്കാം. ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കും. വഴുതനങ്ങ നമുക്ക് അത് വെള്ളത്തിൽ ഇടണം. ഇങ്ങനെ അരിഞ്ഞ് കറ പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്യുക. ഇത്തിരി വലുതായിട്ട് കട്ട് ചെയ്യുക. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. ഇതിനകത്ത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയല്ല, വേറെ സൺഫ്ലവർ ഓയിൽ വേണ്ടവർക്ക് അത് ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. അതിനകത്തേക്ക് കടുകിട്ടു. ഒരു ടീസ്പൂണ് ഉഴുന്നും പരിപ്പ്, 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, 2 വറ്റൽമുളക്, കറിവേപ്പില, ഇത് നിലക്കടലയാണ്. കശുവണ്ടി പരിപ്പുണ്ടെങ്കിൽ അതിടാം. നട്ട്സ്, ഏതെങ്കിലും നട്ട്സ് ഇടുവാണെങ്കിൽ നന്നായിരിക്കും. ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി. കഴുകി ഊറ്റി വച്ചിരിക്കുന്ന വഴുതനങ്ങ ഇതിനകത്തേക്ക് നമുക്കിടാം. വഴുതനങ്ങ ഒന്ന് 1 മിനിറ്റ് ഇങ്ങനെ ഇളക്കി അതൊന്ന് വാടണം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പൊടിച്ചു വച്ചിരിക്കുന്ന നമ്മൾ മസാലപ്പൊടി ഇതിനകത്തേക്ക് ഇടാം. ഇന്ന് 1 മിനിറ്റ് ഇന്നിങ്ങനെ ഇളക്കാം. 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിക്കാം. വഴുതനങ്ങ ഒന്ന് വേവാൻ വേണ്ടിയാണ്.
ഇനി അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. വഴുതനങ്ങയൊക്കെ നല്ല വെന്ത് മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ജീര റൈസാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. ഇത് 1 കപ്പ്, അതായത് 250 ml ഒരു കപ്പിന് ഇതിനകത്തേക്ക് ഇടാം. ബസുമതി റൈസ് വേണമെങ്കിലും ഇടാം. വൈറ്റ് റൈസാണ് കൂടുതൽ ഇതുപോലത്തെ മസാല ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലത്. നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. കുറച്ച് മല്ലിയിലയും കൂടെ ഞാൻ ഇതിനകത്ത് ഇടും. ഈ സമയം ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കാം. ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. നെയ്യ് ഓപ്ഷനാണ്, ഇഷ്ടമില്ലാത്തവർ ചേർക്കണമെന്നില്ല. നെയ്യ് ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല സ്വാദുള്ള വഴുതനങ്ങ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇതിന് പപ്പടം അച്ചാറും കൂടെ ഞാൻ വച്ചിട്ടുണ്ട്. പപ്പടം മാത്രം മതി. എൻ്റെ ചേട്ടൻ്റെ മോള് ബാംഗ്ലൂരാണ് താമസിക്കുന്നത്. അപ്പോൾ അവൾ എനിക്ക് പറഞ്ഞു തന്നൊരു റെസിപ്പിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ്. ഞാൻ ഒന്ന് ഉണ്ടാക്കി നോക്കി, നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്നോർത്ത് ഞാൻ ഇത് ഉണ്ടാക്കിയതാണ്. നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള റൈസൊക്കെ ഉണ്ടാക്കി നോക്കണം. പിന്നെ സ്കൂളിലൊക്കെ കുട്ടികൾക്ക് കൊണ്ടുപോകാൻ വളരെ എളുപ്പമാണ്. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.